മന്ത്രി പി കെ ബഷീറിനെതിരെ പ്രമേയവുമായി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി. കൊണ്ടോട്ടി EMEA കോളേജിലെ സീറ്റിന് കോഴ വാങ്ങിയ സംഭവത്തിലാണ് പ്രമേയം. കോളേജ് ജനറൽ സെക്രട്ടറി സ്ഥാനം പി കെ ബഷീർ ഒഴിയണമെന്ന് മുസ്ലിം ലീഗ് തേഞ്ഞിപ്പാലം പഞ്ചായത്ത് ക്യാമ്പ് ആവശ്യപ്പെട്ടു. പ്രമേയത്തിൽ മന്ത്രി പി കെ ബഷീറിനും കോളേജ് മാനേജ്മെന്റിനുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. പാവപ്പെട്ടവർ സ്ഥലം വിട്ടു നൽകിയും ലീഗ് എംപിമാരുടെ ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടം നിർമ്മിച്ചതും വിദ്യാർത്ഥികളെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് മന്ത്രി പി കെ ബഷീർ മറക്കരുതെന്ന് പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. സാധാരണക്കാരുടെ മക്കളെ കോളേജിൽ ചേർക്കാൻ വരുമ്പോൾ തലവരിപ്പണം ആവശ്യപ്പെടുന്നത് ഏറ്റവും നികൃഷ്ടമായ പ്രവൃത്തിയാണ്. ആയതിനാൽ EMEA കോളേജിൽ തലവരിപ്പണം വാങ്ങുന്നത് അവസാനിപ്പിക്കുന്നതിനും നാലകത്ത് സൂഫി സാഹിബ് മന്ത്രിയായിരുന്നപ്പോൾ EMEA കോളേജ് ജനറൽ സെക്രട്ടറി ചുമതലയിൽ നിന്നും മാറിയതുപോലെ പി കെ ബഷീർ മന്ത്രി ജനറൽ സെക്രട്ടറി ചുമതലയിൽ നിന്നും മാറി മറ്റൊരു നിസ്വാർത്ഥമായ നേതാവിനെ ചുമതല ഏൽപ്പിക്കണമെന്നും കോളേജിലെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കോളേജിൽ നാമകരണം ചെയ്യണമെന്നും ഈ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നു. ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ശാന്തകുമാർ, ഇതിപ്പോൾ കൊണ്ടോട്ടി EMEA കോളേജിലെ സീറ്റിന് കോഴ വാങ്ങിയ സംഭവത്തിലാണ് പി കെ ബഷീറിനെതിരെ പ്രമേയവുമായി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി തന്നെ രംഗത്തെത്തുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. അതായത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ് കോളേജ്. ഈ കോളേജിൽ ബിരുദത്തിനും ബിരുദാനന്തര ബിരുദത്തിനും എല്ലാം വലിയ തോതിൽ കോഴ വാങ്ങുന്നു. അതായത് ഇതിന്റെ മെറിറ്റിന് ഒരു പ്രാധാന്യവും നൽകുന്നില്ല എന്നുള്ള ആക്ഷേപം നേരത്തെ മുതലുണ്ട്. തുടർന്ന് യൂത്ത് ലീഗ് ഉൾപ്പെടെ സമരം പ്രഖ്യാപിക്കുകയും പിന്നീട് മുസ്ലിം ലീഗ് നേതൃത്വം ഇടപെടുകയും കോളേജ് മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ ചില സംയമനം പാലിക്കുമെന്ന് ഉറപ്പൊക്കെ ലഭിച്ചതോടു കൂടിയാണ് അവർ ആ സമരത്തെ പിന്മാറുകയും എല്ലാം ചെയ്തത്. പക്ഷേ അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അത്തരം പ്രതിഷേധങ്ങളൊക്കെ ഉയർത്തിയ യൂത്ത് ലീഗിനെതിരെ ഉൾപ്പെടെ യൂത്ത് ലീഗ് നേതാക്കൾക്കെതിരെ മന്ത്രി പി കെ ബഷീർ നടപടിയെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അച്ചടക്ക ശരി, എന്തായാലും പി കെ ബഷീറിനെതിരെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി രംഗത്ത് വന്നിട്ടുള്ളത്. വിവരങ്ങളാണ് ശാന്തകുമാർ വെള്ളാലത്ത് നൽകിയത്.